എന്തിനാണ് സ്ത്രീകൾ ഇദ്ദ ഇരിക്കുന്നത്? ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഇദ്ദ നിർബന്ധമാവുന്നത്? ഇദ്ദയുടെ കാലാവധി എത്രയാണ്? ഓരോന്നും നമുക്ക് പരിശോധിക്കാം. അധിക സന്ദർഭങ്ങളിലും ഇദ്ദ നിർബന്ധമായുള്ള കാരണം സ്ത്രീകളുടെ ഗർഭാശയത്തിൽ ഗർഭമില്ലെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. ഭർത്താവുമായി വേർപിരിഞ്ഞ ഉടൻ തന്നെ മറ്റൊരാളുമായി വിവാഹം നടത്തിയാൽ പിന്നീട് ജനിക്കുന്ന കുഞ്ഞിന്റെ പിതൃത്വം ആദ്യ ഭർത്താവിലേക്കാണോ അല്ലെങ്കിൽ രണ്ടാം ഭർത്താവിലേക്കാണോ ചേർക്കേണ്ടത് എന്നുള്ള സംശയം ഉടലെടുക്കുന്നതുകൊണ്ടാണ് അടിസ്ഥാനപരമായി ഇദ്ദ നിർബന്ധമാക്കിയത്. എന്നാൽ ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ അള്ളാഹുവിന്റെ നിർദ്ദേശത്തിന് വഴിപ്പെട്ടുകൊണ്ടും ഇദ്ദ നിർബന്ധമായുണ്ട്. എന്ന പോലെ മരണപ്പെട്ട ഭർത്താവിന് വേണ്ടി ദുഃഖിച്ചുകൊണ്ടും ഇദ്ദ നിർബന്ധമായി വരലുണ്ട്. ഇനി ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഇദ്ദ നിർബന്ധമാവുന്നത്? ഭർത്താവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട സ്ത്രീ ത്വലാഖിലൂടെയോ ഫസ്ഖിലൂടെയോ ഭർത്താവിൽ നിന്ന് വേർപിരിയാണെങ്കിൽ ഇദ്ദ നിർബന്ധമാവുന്നതാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ജനനേന്ദ്രത്തിലൂടെയാണെങ്കിലും പിൻദ്വാരത്തിലൂടെയാണെങ്കിലും ഒക്കെ ഇദ്ദ നിർബന്ധമാവും. അതെന്നെ ഒന്നിച്ച് ജീവിക്കുന്നതിനിടയിലാണ് വേർപിരിയുന്നതെങ്കിലും കാലങ്ങളോളം വേറിട്ട് നിന്ന ഭർത്താവിൽ നിന്നാണ് വേർപിരിയുന്നതെങ്കിലും ഇദ്ദ നിർബന്ധമാവും. ഭർത്താവിനോ ഭാര്യക്കോ പ്രായപൂർത്തിയായില്ല എന്ന കാരണം കൊണ്ട് ഗർഭത്തിൽ നിന്ന് ഗർഭാശയം മുക്തമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും ഇത്തരം സാഹചര്യങ്ങളിൽ ഇദ്ദ നിർബന്ധമാവും. എന്നാൽ ലൈംഗിക ബന്ധത്തിലൊന്നും ഏർപ്പെടാതെ ഭർത്താവുമായി ഒറ്റയ്ക്ക് ജീവിച്ചിട്ടുണ്ട് എന്ന കാരണം കൊണ്ട് മാത്രം ഇദ്ദ നിർബന്ധമായി തീരുന്നില്ല. ഇദ്ദയുമായി ബന്ധപ്പെട്ട ബാക്കി വിശദീകരണങ്ങളായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. വീഡിയോ മിസ്സാവാതിരിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് കൂടെ കുടിക്കും.